ലെറ്റ്സ് മേക്ക് ചെമ്മീൻ അച്ചാർ. അപ്പം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച്. അത് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒരു സിംഗിൾ ലൈഫായിരുന്നെങ്കിൽ ഇങ്ങനെ ചെമ്മീൻ കിള്ളി നിൽക്കേണ്ടി വരുമായിരുന്നോ? എല്ലാം വിധിയുടെ വിളയാട്ടം. അങ്ങനെ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് മിടുക്കത്തിയാക്കിയിട്ട് തേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീനെ. കിള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഒരു ചട്ടി ചെമ്മീൻ ഉണ്ടായിച്ചത് ഇത്രയുമായിട്ടാണ്. അപ്പം നോക്കിയിട്ട് മഞ്ഞപ്പൊടി കുറച്ച് മുളകൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി ആദ്യം തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് പോയിട്ട് വെളിച്ചെണ്ണയിൽ ഇത് വറുത്ത് കോരിയെടുക്കണം. നേരിട്ട് വറുത്ത് കോരിയെടുക്കേണ്ട. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ നമ്മുടെ ചെമ്മീനച്ചാർ. അതുകൊണ്ടാണ് ഞാൻ പച്ചനെ തന്നെ വറുത്ത് എടുക്കുന്നത്. കുറച്ച് ദിവസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപ്പിലൊക്കെ ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് വറുത്ത് കോരി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പിശുക്കൊന്നും കാണിക്കരുത് കേട്ടോ. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇടുന്നതിനകത്ത് ഒരു പിശുക്കും കാണിക്കരുത്. അത് നല്ലപോലെ എടുത്ത് ചേർത്ത് കഴിഞ്ഞിട്ട് മുളകുപൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഈ സംഭവം മെയിനായിട്ട് ചേർക്കേണ്ടത്. ഇത് നമ്മുടെ എറണാകുളം സൈഡിലൊക്കെ കിട്ടുന്ന മുസ്റ്റാർഡ് ഇതാണ് കേട്ടോ. മുസ്റ്റാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ അതും ചേർക്കാം. മുസ്റ്റാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. കുറച്ച് കടുവരുപ്പും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കടുകൊക്കെ ചേർത്തിട്ട് നല്ലപോലെ എടുക്കണ പേസ്റ്റ് ആയാലും മതി. ഞാൻ ഇതാണ് ചേർക്കാറ്. മസ്റ്റാർഡ് ചേർക്കണം. മസ്റ്റാർഡ് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കവിടെ വറുത്ത് വെച്ചേക്കണം. ചെമ്മീനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ അടിപൊളി ചെമ്മീൻ റെഡിയാണ്. ഇത്തിരി ചോർക്കയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനിയിപ്പോൾ നാളെ ഓഫീസിലോട്ട് പോകുമ്പോൾ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഇനിയിപ്പോൾ ചെമ്മീൻ അച്ചാർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളും അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.